Good afternoon everyone. So today I'm gonna to take the topic secondary structure of protein. So secondary structure of protein represent the ordering of the otherwise extended peptide chain to make the protein molecule short, rigid and compact. It is accomplished by intramolecular hydrogen bonding between the carbonyl oxygen and the amino nitrogen of the polypeptide backbone. In effect, it involves the regular folding or coiling of the contiguous portion of the polypeptide chain and the hydrogen bonding between adjacent folds. This is found in fibrous proteins such as keratin of hair, collagen and elastin of connective tissue, myosin of muscle, fibroid of silk, etc. സോ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാന്ന് പറയാം. സോ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പം അത് ഷോർട്ടാണ്, റിജിഡാണ്, കോമ്പാക്റ്റ് ആണ്. സോ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഉണ്ടാകുന്നത് ഇൻ ബിറ്റ്വീൻ കാർബണൈൽ ഓക്സിജനും അമിനോ നൈട്രജനും തമ്മിൽ. പിന്നെ അപ്പോൾ അവിടെ ഒരു പോളിപെപ്റ്റൈഡ് ബാക്ക് ബോൺ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ എഫക്റ്റ് ഓഫ് ദിസ് ഈ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ അവിടെ ഒരു റെഗുലർ ഫോൾഡിങ് അല്ലെങ്കിൽ കോയിലിംഗ് ആയിട്ടുള്ള ഒരു ചെയിനാണ് ഉണ്ടാകുന്നത്. ആൻഡ് അഡ്ജസൻറ്റ് ഫോൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെക്കൻഡറി സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഫൈബ്രസ് പ്രോട്ടീൻ സച്ച് ആസ് കെരാറ്റിൻ ഓഫ് ഹെയർ, കൊളാജിൻ ആൻഡ് ഇലാസ്റ്റിൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, myosin of muscle, fibroid of silk, etc. So very rarely polypeptide chain remain fully extended. In most cases, one part of a chain sticks to another part through hydrogen bonding. This intra-chain hydrogen bonding and the periodic spacing of the peptide bond unit result in a variety of molecular conformations. So ഈ പോളിപെപ്റ്റൈഡ് ചെയിന് ഇൻ എ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെയിന് വേറൊരു ചെയിനുമായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ആൻഡ് അവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. സോ ഈ ഒരു ഇൻട്രാ ചെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ്ങും അതേപോലെ തന്നെ ഓരോ പെപ്റ്റൈഡ് ബോണ്ട് യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പീരിയോഡിക് സ്പേസിങ് ഉണ്ടാവും. സോ ദീസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് വിച്ച് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് വെറൈറ്റി ഓഫ് മോളിക്കുലാർ കൺഫോർമേഷൻ. സോ ഇത് രണ്ടും ഇങ്ങനെ രണ്ട് സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള കൺഫർമേഷൻസ് ഉണ്ടാകുന്നുണ്ട്. സോ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ 3 ബ്രോഡ് ക്ലാസ്സസ് ആണ് ഇതിനുള്ളത്. നെയിംലി ഹെലിക്സ്, ഷീറ്റ് ആൻഡ് ടേൺ. അതിൽ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ഇതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള 2 സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ. സോ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. This is the secondary protein structure in which a polypeptide chain undergoes right-handed helical coiling and intra-chain hydrogen bonding between successive coils. It forms a stable right-handed spiral coil called alpha helix, which is stabilized by numerous hydrogen bonds between CO and NH groups. Left-handed alpha helix is rare because amino acid of proteins are L isomers, which exclude left-handedness. Amphipathic alpha helices will have non-polar hydrophobic residue on one surface and charged or polar hydrophilic residue on the opposite surface. This enables them to react with both polar and non-polar chemical groups. അപ്പോൾ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. സോ ഇവിടെ പോളിപെപ്റ്റൈഡ് ചെയിന് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഹെലിക്കൽ കോയിലിംഗ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രാ ചെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദ സക്സസീവ് കോയിൽ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റൈറ്റ് ഹാൻഡഡ് സ്പൈറൽ സ്പ്രിങ് ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ആൽഫ ഹെലിക്സ്. സോ ഈ ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് സഹായിക്കുന്നത് അവിടെ CO ആൻഡ് NH ഗ്രൂപ്പ് ഉണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ആണ്. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്കൽ കോയിലിങ്ങിനെയാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയും. ഇനി ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ കോയിലിംഗ് ഉണ്ട്, ബട്ട് അത് ഭയങ്കര റെയർ ആണ് ബിക്കോസ് അമിനോ ആസിഡ് ഓഫ് പ്രോട്ടീൻ ആർ L isomers which exclude left-handedness. Then amphipathic alpha helixിൻ്റെ കേസിൽ അവർക്ക് നോൺ പോളർ ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് ഒരു സർഫസിൽ നോൺ പോളർ ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. വേറൊരു അതിൻ്റെ ഓപ്പോസിറ്റ് സർഫസിലായിട്ട് ചാർജഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളർ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് റെസിഡ്യൂസ് ഉണ്ടാവും. സോ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ which enables them to react with both polar and non-polar chemical groups. In the alpha helix, hydrogen bonds are formed between carbonyl oxygen and imide hydrogen along the polypeptide backbone. So the carbon and nitrogen atom of peptide bond participate in hydrogen bonding, but the R group project outward from the helix. Hydrogen bonds are almost parallel to the axis of helix. Usually, alpha helix configuration spans over 10 or 15 amino acid residues. It would be then interrupted by non-helical stretches.
Keratin, hemoglobin, myoglobin, etc. are protein with high proportion of alpha helix structure in their polypeptides. So alpha helixil hydrogen bond carbonyl oxygen and imide hydrogen ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും ആൻഡ് അവിടെ ഒരു പോളിപെപ്റ്റൈഡ് ബാക്ക് ബോൺ കൂടി ഉണ്ട്. സോ അവിടെ കാർബൺ ആൻഡ് നൈട്രജൻ ആറ്റംസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ആർ ഗ്രൂപ്പ് ഹെലിക്സിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വെച്ചാൽ ഹെലിക്സിന് ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. യൂഷ്വലി ആൽഫ ഹെലിക്സ് കോൺഫിഗറേഷൻ്റെ സ്പാൻ എന്ന് പറയുന്നത് അതിൽ 10 or 50 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇതിന് നോൺ ഹെലിക്കൽ സ്ട്രെച്ചേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഡീജനറേറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ഇൻ്ററപ്റ്റഡ് ആകുന്നുണ്ട്. ദെൻ കെരാറ്റിൻ, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ഒക്കെയാണ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ കെരാറ്റിൻ, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എക്സെട്ര. സോ ദിസ് ഈസ് ദ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. സോ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്കൽ കോയിലിംഗ് ആണുള്ളത്. സോ കോയിലിംഗ് അഡ്ജസൻറ്റ് ഓരോ സക്സസീവ് കോയിൽസിൻ്റെ അവിടെ ഇൻട്രാ ചെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡഡ് സ്പൈറൽ റിങ് ഫോം ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ആൽഫ ഹെലിക്സ്. ദെൻ CO ആൻഡ് NH ഗ്രൂപ്പ് ഉണ്ട്, അവിടെയും കുറേ ന്യൂമറസ് ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇത് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കുന്നത്. സോ സെക്കൻഡ് സ്ട്രക്ചർ, സോ പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ രണ്ട് ടൈപ്പ് ഉണ്ട്. ആൽഫ ഹെലിക്സ് ഉണ്ട്, ബീറ്റാ പ്ലീറ്റഡ് ഉണ്ട്. സോ ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. This is the protein structure in which a polypeptide chain fallbacks upon itself in such a way that two parts of it lie side by side parallel or anti-parallel arrangement. This permits hydrogen bonding between different parts of the same chain. In the beta pleated sheet, the R group project above and below the plane of the sheet. Beta sheets are usually twisted in a right-handed direction, sometimes to such an extent that they form propeller-like structures. Beta pleated structures is a characteristic of the protein which make up cell fiber. Example, fibroin. The sheen of silk is due to the reflexive property of beta pleated sheets. So beta pleated ഷീറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോൾഡ് ബാക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോൾഡ് ബാക്ക് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഉണ്ടാകുന്നത്. സോ ഈ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. പാരലൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, അതേപോലെ ആൻറ്റി പാരലൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. സോ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സെയിം ചെയിൻ നമ്മളുണ്ടാകുന്നുണ്ട്. ബീറ്റ പ്ലീറ്റഡ് ഷീറ്റിൽ ആർ ഗ്രൂപ്പ് പ്രൊജക്റ്റ് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ഷീറ്റ്. ദെൻ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് യൂഷ്വലി അത് റൈറ്റ് ഹാൻഡഡ് ഡയറക്ഷനിൽ ട്വിസ്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. സംടൈംസ് അത് ഒരു പ്രൊപ്പല്ലർ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഫൈബ്രോയിനാണ്. അതേപോലെ ഷീൻ ഓഫ് സിൽക്ക് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡ്യൂ ടു ദ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി ഓഫ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റാണ്. സോ ഇവിടെ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു സിഗ്സാഗ് മാനറിലാണ് ഉണ്ടാകുന്നത്. സോ ഒരു ചെയിന് വേറൊരു ചെയിന് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അവിടെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിട്ട് ഒരു ഫ്ലാറ്റ് ഷീറ്റ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒന്ന് വേറൊന്നിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത രീതിയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. സോ രണ്ട് തരത്തിൽ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പാരലൽ ബീറ്റ ഷീറ്റ്സ് ഉണ്ട്, ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ്സ് ഉണ്ട്. പാരലൽ ഷീറ്റ്സ് പറയുമ്പോൾ ഹിയർ polypeptide strand run in the same direction. It require a large loop connecting together the individual peptide strand in the sheet. Parallel beta sheets are longer than anti-parallel sheets. Parallel beta sheet have amino acid chain alternating up and down. അതേപോലെ ആൻറ്റി-പാരലൽ ഷീറ്റ്സ് പറയുമ്പോൾ ഹിയർ നെയ്ബറിംഗ് സ്ട്രാൻഡ് റൺ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ആൻറ്റി-പാരലൽ ഷീറ്റ് ഹാവ് ലാർജ് നമ്പർ ഓഫ് സ്റ്റെബിലൈസിങ് ഹൈഡ്രജൻ ബോൺസ് ബിറ്റ്വീൻ ബാക്ക്ബോൺ amide than parallel beta sheets. Here anti-parallel side chains alternate down and up. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പാരലൽ ബീറ്റ ഷീറ്റിൽ അത് പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡ് ഒരേ ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അതേപോലെ അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ലൂപ്പ് നോക്കുന്ന സമയത്ത് ഇവിടെ ഇൻഡിവിജ്വൽ പെപ്റ്റൈഡ് സ്ട്രാൻഡ് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്, കണക്റ്റഡ് ടുഗെദർ ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് പാരലൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി പാരലലിനേക്കാളും ലോങ്ങറാണ്. അതേപോലെ പാരലൽ ഷീറ്റിന് അമിനോ ആസിഡ് ചെയിൻസ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ്
ഉള്ളത്. അതേപോലെ ആൻറ്റി പാരലലിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ എമൈഡ് ബാക്ക് ബോണ്ട് എമൈഡ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതേപോലെ ആൻറ്റി പാരലൽ സൈഡ് ചെയിൻ ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ഡൗൺ ആൻഡ് അപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ്. സോ പാരലൽ ഉണ്ട്, ആൻറ്റി പാരലൽ ഉണ്ട്. സോ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. പാരലൽ ബീറ്റ ഷീറ്റ് ആർ ലെസ് സ്റ്റേബിൾ ദാൻ ആൻറ്റി പാരലൽ because the hydrogen bond in parallel beta sheets are non-linear. There are 12 atom in each hydrogen bonded ring in a parallel beta sheet. In parallel beta sheet, all of the N termini of the polypeptide strains are oriented in same direction. So parallel beta sheet എന്ന് വെച്ചാൽ ആൻറ്റി പാരലലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ലെസ് സ്റ്റേബിൾ ആണ്. കാരണം ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ലീനിയർ അല്ല. പിന്നെ ഇവിടെ 12 atoms. There are 12 atoms in each hydrogen bonded ring in a parallel beta sheet. അപ്പം പാരലൽ ബീറ്റ ഷീറ്റിൽ എൻ പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡിൻ്റെ എൻ ടെർമിനി എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. ഇനി ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റിൻ്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റം ഇൻ ഈച്ച് ഹൈഡ്രജൻ ബോണ്ടഡ് റിംഗ് ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ 14 ആൻഡ് 10. സോ ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റിൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാകുന്നത്. സോ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബീറ്റ പാരലൽ ഷീറ്റ്സ്. സോ ഇതാണ് പാരലൽ ബീറ്റ ഷീറ്റ്. ദിസ് ഈസ് ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റ്സ്. സോ രണ്ടും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു പാരലൽ ചെയിൻ എടുക്കുമ്പോൾ ഇവിടെ ടെർമിനൽ NH2 പോയിൻറ്റിങ് ഇൻ സെയിം ഡയറക്ഷൻ, അതായത് ഒരേ ഡയറക്ഷനിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഒരു ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ ആണ്. ബട്ട് ഹിയർ ഇത് ആൻറ്റി പാരലൽ ബീറ്റ ഷീറ്റാണ്. സോ ഇവിടെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിൻ്റ് ചെയ്യുന്നത് NH2 ഗ്രൂപ്പ്. പിന്നെ ഇത് ലീനിയർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഹൈലി സ്റ്റേബിൾ. That's all about my topic. Thank you.